എന്തായാലും റെയിൽവേ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രഖ്യാപനങ്ങളൊക്കെ എന്തായി എന്നുള്ളത് ചോദ്യമാണല്ലോ. ശരത് എസ് ചേരുന്നുണ്ട്. ശരത്, സ്ത്രീകളായാലും കുട്ടികളായാലും ഈ പറയുന്ന ജീവനക്കാരുടെയും ഒക്കെ സുരക്ഷ റെയിൽവേയുടെ കയ്യിൽ കൂടിയാണല്ലോ. ഉത്തരവാദിത്തം ഏൽക്കേണ്ടവർ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും, പക്ഷെ ഒന്നും നടപ്പിലാക്കില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയായിരുന്നു റെയിൽവേയുടെ ഉറപ്പുകൾ? നടപ്പിലാക്കപ്പെടാത്തത് എന്തൊക്കെയാണ്? റോഷ്നി, ഇത്തരം അതിക്രമങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ റെയിൽവേ വിവിധ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമായി എന്നുള്ളതാണ്. അതായത് പല പ്രഖ്യാപനങ്ങളും ആളുകളുടെ സുരക്ഷയൊക്കെ തന്നെ മുൻനിർത്തിയുള്ളതാണ്. പക്ഷേ അതൊന്നും തന്നെ പൂർണ്ണമായും പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളതാണ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വൈകിട്ട് 6-നും രാവിലെ 6-നും ഇടയിൽ ലേഡീസ് കോച്ചുകളിൽ റെയിൽവേ സുരക്ഷയ്ക്ക് ഭാഗമായിട്ട് എസ്കോർട്ട് നൽകുമെന്നുള്ളൊരു പ്രഖ്യാപനം നേരത്തെ ഉണ്ടായിരുന്നു. ഒപ്പം കൂടുതൽ വനിതാ കോൺസ്റ്റബിൾമാരെ ട്രെയിനുകളിൽ നിയോഗിക്കും. പരാതികൾ രേഖപ്പെടുത്താൻ ടോൾ ഫ്രീ നമ്പർ രേഖപ്പെടുത്തും. ഒപ്പം CCTV സംവിധാനം കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് വ്യാപിപ്പിക്കും. കേരള റെയിൽവേ പോലീസിൽ കൂടുതൽ തസ്തികൾ സൃഷ്ടിക്കും. വനിതാ കോച്ചുകളുടെ സ്ഥാനം ട്രെയിനിന്റെ മധ്യഭാഗത്തേക്ക് മാറ്റും എന്ന് തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ ടോൾ ഫ്രീ നമ്പർ 139 അത് വന്നിട്ടുണ്ട്. ഒപ്പം CCTV ക്യാമറകൾ പല സ്റ്റേഷനുകളിലും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം മറ്റു പ്രഖ്യാപനങ്ങൾ അത് പൂർണ്ണമായും നടപ്പിലായിട്ടില്ല എന്നുകൂടി വേണം പറയാൻ. കാരണം ട്രെയിനിന്റെ വനിതാ കോച്ചുകൾ മധ്യഭാഗത്തേക്ക് മാറ്റുമെന്ന് പറഞ്ഞതൊന്നും തന്നെ പൂർണ്ണമായും നടപ്പിലായിട്ടില്ല. ചില ട്രെയിനുകളിൽ മാത്രമാണ് അത്തരത്തിൽ വനിതാ കോച്ചുകൾ, അതായത് പാസഞ്ചർ ട്രെയിനുകളിൽ മാത്രമാണ് വനിതാ കോച്ചുകൾ മധ്യഭാഗത്തേക്ക് മാറ്റിയത്. കോവിഡിന് ശേഷം പല ട്രെയിനുകളിലും വനിതാ കോച്ച് ഇല്ല എന്നുള്ള പരാതി കൂടി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നു. യാത്രക്കാരൊക്കെ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ പോലീസിന്റെ പരിശോധനയും കാര്യക്ഷമമല്ല എന്നുള്ള പരാതിയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ അവരുടെ ആൾബലം വളരെ കുറവാണ് കേരളത്തിൽ റെയിൽവേ പോലീസിൽ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എസ്കോർട്ട് നൽകുന്നതിൽ എല്ലാ ട്രെയിനുകളിലും നിരന്തരം എസ്കോർട്ട് നൽകുക എന്നുള്ളൊരു പ്രതിസന്ധി ആൾബലം കുറവുള്ളത് കൊണ്ട് തന്നെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി നടക്കുന്നില്ല എന്ന് വേണം പറയാൻ. എന്തായാലും അത്തരം പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട്. ഉദ്യോഗസ്ഥരുടെ കുറവൊക്കെ തന്നെ കാര്യമായി ഇത്തരം പ്രഖ്യാപനങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുന്നതിനെ ബാധിക്കുന്നുണ്ട്. ഒപ്പം ഇത്തരം വിവിധ തസ്തികകൾ സൃഷ്ടിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതും നടപ്പിലായിട്ടില്ല. അങ്ങനെ ഈ പ്രഖ്യാപനങ്ങൾ പലതും പ്രഖ്യാപനങ്ങളായി മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അത്തരം പ്രഖ്യാപനമായി ഒതുങ്ങി നിൽക്കുന്നത് തന്നെയാണ് ഇത്തരം വീഴ്ചകൾക്ക് അല്ലെങ്കിൽ അതിക്രമങ്ങൾക്കൊക്കെ തന്നെ വഴിയൊരുക്കുന്നത് എന്നുള്ളതാണ് റോഷ്നി.